السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنت. ഏറെ ബഹുമാനമുള്ള ഈ ഫാമിലി കോൺഫറൻസ് എന്ന മഹത്തരമായ പ്രോജ്വലമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ നമ്മുടെ സംഘടനയുടെ നേതാവ് PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സദസ്സിനെ ധന്യമാക്കുന്ന പണ്ഡിതന്മാരും സഹോദരങ്ങളും, അതിലുപരി 4ാമത്തെ ഫാമിലി കോൺഫറൻസ് നടക്കുമ്പോൾ എല്ലാ സമ്മേളനത്തിലും സാന്നിധ്യം കൊണ്ട് ഏറെ വലിയ പങ്കാളിത്തം നിർവഹിച്ച സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ സൽക്കർമ്മമായി, പുണ്യകർമ്മമായി, സുഹൃതമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉദ്ഘാടന ഭാഷണത്തിന് മുമ്പ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബ ഭദ്രത ഇല്ലാതെയാക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കി നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ വൃത്തികേടിൻ്റെ മായാലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവമായ അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വരുന്നുണ്ട് എന്ന് ഒന്നാമത്തെ വിഷയാവതരണത്തിൽ നിങ്ങൾ കേട്ടത്. പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പ്രശ്നങ്ങളുണ്ട് എന്നതിനെ പർവ്വതീകരിക്കുവാനും ഉള്ള സമാധാനത്തെ കെടുത്തിക്കളയുവാനുമൊക്കെ ധാരാളം ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്, സാധിക്കുകയും ചെയ്യും. എന്നാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രശ്നങ്ങളുണ്ട് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയല്ല, ഉള്ള പ്രശ്നങ്ങളെ ഇല്ല എന്ന് വാദിക്കുന്നുമില്ല. മറിച്ച് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്ത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇനി ഇവിടെ തുടർന്ന് നടക്കുന്ന ഓരോ സംസാരത്തിലൂടെയും വരാൻ പോകുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് എൻ്റെ കൊച്ചു സംസാരത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, ലോകരക്ഷിതാവായ സർവശക്തനായ പ്രപഞ്ചനാഥനായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ അള്ളാഹു എന്തിനാണ് നമുക്കിങ്ങനൊരു ജീവിതം നൽകിയത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് ഈ സമ്മേളനത്തിൽ വന്നവർ. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതുപോലെ അമുസ്ലിങ്ങൾ പോലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടന്ന ഫാമിലി കോൺഫറൻസുകളെ ദൂരെ നിന്നും അടുത്തു നിന്നും വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്ത് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സന്തോഷദായകമായ കേൾവിയും അതുപോലെ തന്നെ അനുഭവങ്ങളുമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആ നിലക്ക് മുസ്ലിങ്ങളായ നമ്മളും നമ്മുടെ സഹോദരങ്ങളായ അമുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള വ്യഗ്രതയോടുകൂടിയുള്ള അന്വേഷണത്തിലാണ് എന്ന്
ആരും വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവുമെന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും ഇവിടേക്ക് വെറുതെ വിട്ടതല്ല. ഒരുപാട് കാലങ്ങളൊന്നും നമുക്കിവിടെ പ്രതീക്ഷയുമില്ല. നമ്മുടെ കൂടെ ജനിച്ച് നമ്മുടെ കൂടെ പഠിച്ച് എത്രയോ സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹോദരിമാരും നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. 10-ലും 20-ലും 30-ലും 40-ലും ഒക്കെയായി യൗവനത്തിന്റെ ചോരത്തിളപ്പുള്ള സമയം പലതും ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കുകയും അങ്ങനെ സ്വയം തോന്നിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ നമ്മുടെ അനുജന്മാരും അനുജത്തിമാരുമൊക്കെ ഇവിടം വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സമയം കിട്ടുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ഒരു ചോദ്യം, നിങ്ങളെ വെറുതെ അങ്ങ് വിട്ടേച്ച് കളയാനാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ. ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ ആയത്ത് കാണാം. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ചിന്തനീയമായ ഒരു ചോദ്യവും അതുപോലെ തന്നെ ഒരു പ്രഖ്യാപനവുമൊക്കെയാണ് അല്ലാഹു തആല ഈ ഖുർആനിലൂടെ ഈ ആയത്തിലൂടെ നടത്തുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ പരലോക ചിന്തയും മരണബോധവും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെറുതെ സന്തോഷിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും തീർത്തു കളയാനുള്ളതാണോ ഈ ജീവിതമെന്ന മട്ടിലാണ് പലപ്പോഴും പലരുടെയും ജീവിതങ്ങൾ കണ്ടാൽ തോന്നിപ്പോവാറുള്ളത്. മനുഷ്യന്റെ ചിന്തയോട് അവന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. നുത്ഫത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ, അലഖത്ത് എന്ന പ്രയോഗത്തിലൂടെ ലോകരക്ഷിതാവായ റബ്ബ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ ഇറക്കിക്കൊടുത്തപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കൊച്ചു വചനങ്ങളുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. അലഖ് എന്ന പദം അത് അട്ട എന്ന നിഘണ്ടു അർത്ഥം കൊടുത്തിരിക്കുന്ന വളരെ ചിന്തനീയമായ ഒരു പദമാണ്. സുഹൃത്തുക്കളെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. മനുഷ്യ ശരീരത്തിൽ പുരുഷന്റെ മുതുകല്ലിനും വാരികല്ലിനും ഇടയിൽ നിന്ന് തെറിച്ചു വിടുന്ന ശുക്ലമെന്ന് പറയുന്ന ആ ശുക്ലത്തിൽ ലക്ഷണമൊത്ത ബീജം മാതാവ് എന്ന് പറയുന്ന, നമ്മുടെ ഉമ്മ എന്ന് പറയുന്ന, നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന, പെങ്ങൾ എന്ന് പറയുന്ന ഓരോ കുടുംബത്തിലും അവർക്കൊക്കെ പ്രത്യേക പ്രത്യേക സ്ഥാനങ്ങളാണല്ലോ. ശരി, അവിടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക്, ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ബീജം സഞ്ചരിച്ചു പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലക്ഷണമൊത്ത ബീജത്തെ അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയ്ക്ക്, ഓരോ ഇരുട്ടറയിലും ഓരോ ഭിത്തിയിലും ചെറിയ ചെറിയ ദ്വാരമുണ്ടാക്കി ഉള്ളിലേക്ക് അതിങ്ങനെ തള്ളി തള്ളി കയറുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. എന്തൊരു അത്ഭുതമാണത്! ഈ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നിട്ട് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നുത്ഫത്തിനെ കുറിച്ചും അലക്കത്തിനെ കുറിച്ചുമൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ചോദിച്ച ചോദ്യം പറയാനാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. ഇതേതെങ്കിലും ഒരു അമുസ്ലിം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇവിടത്തോടുകൂടി എല്ലാം അവസാനിച്ചു തീരുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, മണ്ണിലേക്ക് ചേർന്ന്, ഈ മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് എല്ലാം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തെറിച്ചു വീണ ശുക്ലത്തിലെ ബീജത്തെ അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഗർഭപാത്രത്തിന്റെ ഇരുട്ടറ, അത് 3 ഇരുട്ടറയാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ മുക്കുകയർ പിടിച്ച് നടന്നു പോകുന്ന അതേ വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്ന എഴുത്തുകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന, ജാഹിലിയ കാലഘട്ടമെന്ന് സമൂഹം പരിചയപ്പെടുത്തുന്ന, ഇരുണ്ട യുഗമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിലെ മനുഷ്യലോകത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതം ഓതിക്കൊടുത്ത് ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറ
എന്ന് പറയുന്ന സംവിധാനത്തെ ഓർമ്മപ്പെടുത്തുന്നത് 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനത്തിൽ കാണാം. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. നോക്കൂ നിങ്ങൾ, എത്ര ആശ്ചര്യഭരിതമായ പ്രയോഗമാണത്, എത്രമാത്രം ചിന്തനീയമായ പ്രയോഗമാണത്. ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിലെ 3 ഇരുട്ടറക്കുള്ളിൽ വളർന്നു വരുന്ന ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു വളർന്നു വരുന്ന നുതുഫത്തിൽ നിന്ന് അലഖത്തിലേക്ക്, അലഖത്തിൽ നിന്ന് മുളകത്തിലേക്ക്, മനുഷ്യൻ കടിച്ചു തുപ്പിയ മാംസകഷ്ണമെന്ന് അർത്ഥം പറയാവുന്ന മുളകത്തിലേക്ക് അമേരിക്കയിലെ ബിഷഗ്ഗരന്മാർ, ഗൈനക്കോളജിസ്റ്റുകൾ ലോകത്തോട് പറഞ്ഞു, 27 28 ദിവസം പ്രായമായാൽ ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ മാംസകഷ്ടത്തെ ഒന്ന് നിങ്ങൾ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് രൂപമെടുത്ത് ഒന്ന് വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് സൂം ചെയ്ത് മാനവകുലത്തിന്, മനുഷ്യകുലത്തിന് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ, അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മ ലോകത്തോട് പറഞ്ഞത് അത്ഭുതമാണ്, അതിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളമുണ്ട് എന്നതാണ്. മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളമുണ്ട്. എവിടെ? ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുട്ടിയാകാൻ പോകുന്ന ആ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന മുളകത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലെത്തുമ്പോ, ഒരു മാംസപിണ്ഡം എന്ന് പറയുന്ന ഘട്ടത്തിലെത്തുമ്പോ മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളമുള്ള ഒരു ഇറച്ചി കഷ്ണമാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളരുന്നത് എന്ന് അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മ ലോകത്തോട് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാനിത് പറയുന്നത് ഈ സംവിധാനം ഒരുക്കിയ പ്രപഞ്ചത്തിന്റെ നാഥനായ, ഈ ലോകത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ ആ വിരാട് പുരുഷനാണ്, ഹിരണ്യഗർഭനാണ്. എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞു വിട്ടത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ രസിച്ചും രമിച്ചും സന്തോഷിച്ചും ആഹ്ലാദിച്ചുമൊക്കെ ജീവിച്ചു തീർന്നിട്ട് ഇതോടുകൂടി അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അമുസ്ലിം സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണമെന്നതാണ് ഞാൻ ഒന്നാമത്തെ കാര്യമായി നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. വിശദീകരിക്കുന്നില്ല. അത് ഒന്നാമത് എന്ന് പറയാൻ കാരണം, അവിടെ നിന്ന് ഇനി പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ തട്ടി നിൽക്കുവാനും നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ്. ഇവിടുത്തെ ജീവിതം എന്നത് നൈമിഷികമാണ്, നശ്വരമാണ്, തുച്ഛമാണ്, ഏത് സമയത്തും തീർന്നു പോകാവുന്ന ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിച്ചത് യഅലമു, അറിയണേ. നിങ്ങൾ ഓരോ മനുഷ്യരെയും വിളിച്ചു പറയുകയാണ്, മനുഷ്യരെ അറിയണേ, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ? യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. നരങ്ങനെ ഘട്ടങ്ങളായി അല്ലാഹു പറയാം, ഇതൊരു കളിയുടെ സമയമാണ്, ഇതൊരു വിനോദത്തിന്റെ സമയമാണ്, ഇത് അലങ്കാരത്തിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. അതേ, നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള അഹന്തയുടെ അല്ലെങ്കിൽ വമ്പ് വർത്തമാനങ്ങളുടെ, മക്കളെ തൊട്ടും സമ്പത്തിനെ തൊട്ടുമൊക്കെ വീമ്പ് പറയുന്ന, വമ്പ് പറയുന്ന, പൊങ്ങച്ചം പറയുന്ന, പെരുമ പറയുന്ന ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് സത്യത്തിൽ എന്ത്? ഈ ഐഹിക ജീവിതം എന്നത്. അതിൽ കൊച്ചുപ്രായത്തിൽ ഈ ഭൂമി വിട്ടുപോയേക്കാം, ഈ ലോകം വിട്ടുപോയേക്കാം. വിനോദത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും പരസ്പരമുള്ള അഹന്തയുടെയും പെരുമ പറയലിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കളായി, പേരമക്കളായി, അങ്ങ് മക്കൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരായി, വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്നവരായി മാറി. അവരെക്കുറിച്ച് പീഡികത്തിണ്ണയിലിരുന്ന്, അല്ലെങ്കിൽ പള്ളിയുടെ വരാന്തയിലിരുന്ന്, അതുമല്ലെങ്കിൽ ആൾക്കൂട്ടം കൂടുന്ന സ്ഥലത്തിരുന്ന് തൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ വരുമാന മാർഗങ്ങളെക്കുറിച്ചും അവരുടെ ബിസിനസ്സിനെ കുറിച്ചും അവരുടെ കച്ചവടത്തെക്കുറിച്ചും തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ ചോദിച്ചില്ലെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ പെരുമയുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്ന സമയത്ത് തിരിച്ചു വിളിച്ചേക്കാം. ഏത് സമയത്തും നമ്മെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തിരിച്ചു വിളിച്ചേക്കാം. ഇത് ഈ റൊട്ടേഷനാണ്. ഈ കളിയിലൂടെ, വിനോദത്തിലൂടെ, അലങ്കാരത്തിലൂടെ, ഈ പരസ്പരമുള്ള പെരുമ പറയലിലൂടെ, ഒരു റൊട്ടേഷനിലൂടെ കടന്നു പോകുന്നതാണ് സത്യത്തിൽ ഐഹിക ജീവിതം എന്നത്. അതിൽ അന്താളിച്ചു പോകരുത്, അതിൽ മതിമറന്നു പോകരുത്. ഈ ഭൂമിയുടെ പളപളപ്പ് കണ്ട് എല്ലാം ഇതാണ് എന്ന് ആരും നിങ്ങളും ഒരിക്കലും വിചാരിച്ചു പോകരുത്. ആയത്ത് അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് എന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ, ഇത് ചതിയുടെ, വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവശക്തനായ റബ്ബ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആനന്ദിച്ചും ആർമാദിച്ചുമൊക്കെ ജീവിക്കുന്ന
ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ തോന്നിയേക്കാം അവർക്കൊക്കെ എന്ത് സുഖമാണ്, അവർക്കൊക്കെ എന്തൊരു ആനന്ദമാണ് എന്ന്. നമുക്ക് ചില ലിമിറ്റുകളാണ്. അത് കാണാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല, അങ്ങോട്ട് പോവാൻ പാടില്ല. എന്താ ഇങ്ങനെ? നമ്മുടെ കുടുംബ ജീവിതത്തിന് ചില ലിമിറ്റുകളുണ്ട്, നമ്മുടെ യാത്രയ്ക്ക് ചില ലിമിറ്റുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആസ്വാദനങ്ങൾക്ക് ലിമിറ്റുകളുണ്ട്. അതെല്ലാം നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കുൽസിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ള ലിബറലിസ്റ്റിന്റെ ആളുകളുണ്ട്, പിന്നെ സ്വതന്ത്രവാദത്തിന്റെ ചിന്താഗതികളുടെ ആളുകളുണ്ട്. അതിന്റെ ചില അപകടങ്ങളൊക്കെ സൂചനയായി ഇവിടെ നേരത്തെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും കടന്നു വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചിന്തകൾ കടന്നു വരുമ്പോൾ ഒരു മുഅ്മിനിനോട്, ഒരു മുസ്ലിമിനോട്, ഒരു മുത്തഖിയായി ജീവിക്കുന്ന ഒരാളോട്, പരലോക ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരാളോട് ഖബർ എന്ന് പറയുന്ന 6 അടി മണ്ണിലേക്ക് ചെന്ന് കിടക്കേണ്ടവനാണ് എന്ന് ആലോചിക്കുന്ന ഒരു മുസ്ലിമിനോട്, മുഅ്മിനിനോട്, പ്രിയപ്പെട്ടവരെ, ഇവിടം വിട്ട് പോകണമല്ലോ എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളോട്, ഇവിടുത്തെ നശ്വരതയും നൈമിഷികതയും കുറിച്ച് ആലോചിക്കുന്നവരോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ്. വജന്നത്തുൽ കാഫിർ, അത് സത്യനിഷേധിയുടെ സ്വർഗമാണ്. അവന് അതിർവരമ്പുകളില്ല, ലിമിറ്റുകളില്ല. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് എന്തു ചെയ്യണം, അതൊന്നും ആലോചിക്കാനില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് കൂടുതലായി അവൻ ആലോചിക്കുന്നില്ല. എങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക്, മുഅ്മിൻ എന്ന നിലക്ക്, കുടുംബത്തിൽ വിള്ളലുണ്ടാകുമ്പോ, മാതാവിനോടും പിതാവിനോടും കയർത്ത് സംസാരിച്ചു പോകുമ്പോ, ഭാര്യയെ വേണ്ടതുപോലെ സംരക്ഷിക്കാതിരിക്കുമ്പോ, ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു പോകുമ്പോ, മക്കളെ പരിപാലിക്കുന്നതിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് എന്റെ ഭാഗത്ത് അപകടങ്ങളോ മിസ്റ്റേക്കുകളോ സംഭവിച്ചു പോകുമ്പോ, മാതാപിതാക്കളോട് പെരുമാറുന്നതിൽ എന്റെ ഭാഗത്ത് പോരായ്മകൾ സംഭവിച്ചു പോകുമ്പോ ആലോചിക്കണേ, എനിക്ക് ദുനിയാവല്ല വലുത്, വരാനിരിക്കുന്ന ലോകമാണ്. ഞാൻ പറയാം, ആ ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ജീവിതം എന്നത് ചെറുതാണ്. ഇത് ഇങ്ങനെ ആനന്ദിച്ചും ആഹ്ലാദിച്ചും അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതല്ല. ഇതെനിക്ക് സത്യത്തിൽ അതേ ഒരു സിജിനാണ്, ഒരു ജയിലാണ്. ചില കൽപ്പനകളെ പാലിച്ചു മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. സത്യത്തെ നിഷേധിക്കുന്നവരുടെ സ്വർഗമാണ് ഈ ഭൂമി എന്നത്. ഒരു മുഅ്മിനിന്റെ ജയിലാണ് ഈ ഭൂമി എന്നത് പറയുന്നതിലൂടെ അർത്ഥം വെക്കുന്നത് അതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലേ, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഒന്ന് ശരീരത്തിലൂടെ കടന്നുപോയി നോക്കും നിങ്ങൾ. 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ തലച്ചോറ്, 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടി വെച്ച തലച്ചോറ്, 160-170 ലിറ്റർ രക്തം ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി, സുബ്ഹാനല്ലാഹ്, ഓരോ 3 ദിവസം കൂടുമ്പോഴും ആമാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പാടയെ, ആമാശയഭിത്തിക്ക് പരിക്കേൽക്കാതിരിക്കാൻ ലോകത്തിന്റെ രക്ഷിതാവ് ആമാശയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന നേർത്ത പാടയെ ഓരോ 3 ദിവസം കൂടുമ്പോഴും ചുരുട്ടി കരിച്ചു കളഞ്ഞ് പുതിയ പാടയെ കൊടുക്കുന്ന സംവിധാനം, മലമൂത്ര വിസർജന സൗകര്യങ്ങൾ. ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ ശ്വസന പ്രക്രിയ, നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വാൾവുകൾ, എനിക്കല്ലാതെ ലോകത്തെന്റെ മുടി ലോകത്തൊരാൾക്കുമില്ല എന്ന് പറയുന്ന ആ സത്യമായ പ്രസ്താവനയെ ആലോചിക്കുക നിങ്ങൾ. എന്റെ വിരലടയാളം ലോകത്തൊരാൾക്കുമില്ലാതെ 700 ചില്ലാൻ കോടി മനുഷ്യർ ലോകത്തുണ്ടായിട്ടും അതിനെയെല്ലാം വൈവിധ്യമാക്കിയ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ്, അവനാ എനിക്ക് ഭക്ഷണം തരുന്നത്, അവനാ എനിക്ക് ഉപജീവനം നൽകുന്നത്. ഇത് ചോദിക്കാൻ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കഴിഞ്ഞുപോയ പ്രവാചകന്മാരോടും അവർ പ്രബോധനം ചെയ്യുന്ന സമൂഹത്തോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആരാണ് നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, ആരാ നിങ്ങളുടെ കാഴ്ച ശക്തിയെയും കേൾവി ശക്തിയെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നോക്ക് നിങ്ങൾ, എത്ര മനോഹരമായ ചോദ്യമാണ്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അതേ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്കും
ആരാണ് പ്രിയപ്പെട്ടവരെ ഈ സംവിധാനം ഒരുക്കുന്നത്? മാത്രമല്ല വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാരാ? ഞാൻ സാന്ദർഭികമായി പറയട്ടെ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു അവന്റെ സൃഷ്ടികളായ പല മഹാരഥന്മാരെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ചർച്ച നടക്കുകയും അതിന് തക്ബീർ ചൊല്ലിപ്പിക്കുകയും അതിന് പ്രത്യേക വിളംബരം നടത്തുകയും അതിനുവേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്യുന്ന ദയനീയമായ വാർത്തകൾ കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു തആല പ്രവാചകന്മാരോട് അവർ നേരിടുന്ന സമൂഹത്തോട് ചോദിക്കാൻ പറയുകയാണ്, വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? ഈ ഘട്ടത്തിലൊക്കെ ആ പ്രവാചകന്മാരോട് ഈ ചോദ്യം ചോദിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ മുമ്പിലുള്ള സമൂഹം പറഞ്ഞ മറുപടി ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അവർ പറഞ്ഞു ഫസയഖൂലൂനല്ലാഹ്, അവർ പറഞ്ഞു അല്ലാഹുവാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിലേക്കും ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്കും നമുക്ക് വേണ്ട ഉപജീവന മാർഗം നൽകുന്നതുമൊക്കെ ആര് എന്ന ചോദ്യത്തിന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലാഹുവാണ് എന്ന് അവരെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഫഖുല്ല ഫലാ തത്തഖൂൻ എന്ന് ചോദിച്ചിട്ട് തുടർന്ന് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫദാലികുമുല്ലാഹു റബ്ബുക്കും. ഈ ഉപജീവനം നൽകുന്നത് ആകാശത്തിലും ഭൂമിയിലും എവിടെയുണ്ടോ ആളുകൾ, എവിടെയുണ്ടോ സൃഷ്ടികൾ, അവർക്കെല്ലാവർക്കും ഉപജീവനം നൽകുന്നത് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിലേക്കും ജീവനില്ലതിൽ നിന്ന് ജീവനില്ലാത്തതിലേക്കും തിരിച്ചും മറിച്ചുമൊക്കെ ഈ അവസ്ഥയെ കൊണ്ടുവരുന്നതും പ്രപഞ്ചത്തിന്റെ നാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാകുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. പക്ഷേ ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, യഥാർത്ഥത്തിൽ സത്യത്തിൽ ഈ പറഞ്ഞ സംവിധാനം ഒരുക്കിയവനാണ് നിങ്ങളുടെ റബ്ബെങ്കിൽ അല്ലാഹുവെങ്കിൽ അതിനുശേഷം കടന്നു വരുന്നത് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഹക്കിനു ശേഷം ലലാലത്തല്ലാതെ വഴികേടല്ലാതെ പിടച്ചതല്ലാതെ എന്തുണ്ടാകും? പക്ഷെ മനുഷ്യരെ ആലോചിക്കുന്നില്ലല്ലോ മനുഷ്യര്. എന്നിട്ടും എന്താണ് മനുഷ്യർ പിഴച്ചു പോകുന്നത്, തെറ്റിപ്പോകുന്നത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർക്കുക, അതേ മരിപ്പിക്കുന്ന റബ്ബിനെ ഓർക്കുക, ജീവിപ്പിക്കുന്ന റബ്ബിനെ ഓർക്കുക, നാളെ വരാനിരിക്കുന്ന പരലോകത്തെ കൊണ്ടുവരുന്ന റബ്ബിനെ ഓർക്കുക, ഗർഭപാത്രത്തിലെ വളർച്ചയുടെ ഘട്ടങ്ങളെല്ലാം സംവിധാനിച്ച റബ്ബിനെ ഓർക്കുക, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയ സർവ്വതും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ ഓർക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ, സമൂഹത്തിൽ, അയൽപ്പക്കത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഈ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ ഓർത്തുകൊണ്ട് ഞാൻ ക്ഷമിക്കേണ്ടവനാണ്, ഞാൻ സഹിക്കേണ്ടവനാണ്, ഞാൻ പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടവനാണ്, പലതും കേട്ടില്ലെന്ന് നടിക്കേണ്ടവനാണ് എന്നത് മനസ്സിലാക്കി തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവനാണ്. രണ്ടാമത്തെ പരിഹാരം, ആ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്ന അവന്റെ കലാമാകുന്ന ഖുർആൻ, കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതാണ് പരിശുദ്ധ ഖുർആൻ. ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത അവന്റെ കലാമാകുന്ന സംസാരമാകുന്ന ഖുർആൻ, അത് പഠിക്കുന്ന സ്ഥലത്ത്, വായിക്കുന്ന സ്ഥലത്ത്, അർത്ഥം പഠിക്കുന്ന സ്ഥലത്ത്, വിശദീകരണങ്ങൾ വായിക്കുന്ന സ്ഥലത്ത്, ഈ ഫാമിലി കോൺഫറൻസിൽ വന്നു നിൽക്കുന്ന എൻ്റെ പെങ്ങന്മാരോട്, എൻ്റെ ഉമ്മമാരോട്, എൻ്റെ അനുജത്തിമാരോട്, സഹോദര സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നിലപാട് എവിടെയാണ്? എത്രത്തോളം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്ന് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നതിലും പഠിക്കുന്നതിലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരണം. പഠിക്കാനോ ലോകത്തിത്ര എളുപ്പമുള്ള ഒരു ഗ്രന്ഥം, ലോകത്തിത്ര എളുപ്പമുള്ള ഒരു കലാമ് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മുമ്പിൽ വേറെയില്ല. അത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ എന്നോടും നിങ്ങളോടും പറഞ്ഞ കാര്യമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ഈ ചിന്തിക്കുന്നവർക്ക്, ഓർക്കുന്നവർക്ക്, അതേ ആലോചിക്കുന്നവർക്ക് എത്ര എളുപ്പമാണ്
എത്രമാത്രം സിമ്പിളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമിനെ റബ്ബ് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനും ആരുണ്ട് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കുകയാണ്. എന്നോടും നിങ്ങളോടും. കഴിഞ്ഞ റമദാനിൽ ഒരു തവണ ഖുർആൻ ഓതി തീർത്തവർ, 2 തവണ ഖുർആൻ ഓതി തീർത്തവർ, ആ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിന്റെ വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് ഖുർആനിന്റെ പഠനത്തിൽ, ഖുർആനിന്റെ പാരായണത്തിൽ, ഖുർആനിന്റെ ഹിഫ്ളിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോ പരിഹാരത്തിന്റെ ഏറ്റവും വലിയ മാർഗം കാണിച്ചു തരുന്ന റബ്ബിന്റെ കലാമാകുന്ന ഖുർആൻ അലമാരയിൽ അത് നല്ല പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചവരായി നമ്മൾ മാറിയിട്ടുണ്ടോ? പരിഹാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ വിഷയമായി നിൽക്കുന്ന ഖുർആനിലോട് ലയിച്ചു ചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഖുർആൻ പഠിച്ചവരും പഠിക്കാത്തവരും ഒരുപോലെയാണോ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നതാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആയത്ത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. എന്താണ് ആ ചോദ്യം? ചോദിക്കൂ പ്രവാചകരെ, നബിയെ ചോദിക്കൂ, മാനവകുലത്തോട് ചോദിക്കൂ. എന്താ ചോദിക്കേണ്ടത്? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഈ ഖുർആൻ പഠിച്ചവരും പഠിക്കാത്തവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ആണോ? എന്താ നമ്മുടെ മനസ്സ് പറയുന്ന മറുപടി? ഖുർആൻ പഠിച്ചവരും അള്ളാഹുവിന്റെ ദീൻ അറിഞ്ഞവരും പടച്ചവനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് കിട്ടിയവരും ഇൽമ് എന്ന് പറയുന്ന അറിവ് ജ്ഞാനം കിട്ടിയവരും അത് കിട്ടാത്തവരും ഒരുപോലെയാണോ എന്ന് ഖുർആനാണ് ചോദിക്കുന്നത്. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവർക്കതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ലോകരക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഖുർആൻ പഠിക്കുന്നവരായി, ഉൾക്കൊള്ളുന്നവരായി, അത് ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നവരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിച്ചിട്ടുണ്ടോ? മൂന്നാമത്തത്, ഞാനും നിങ്ങളും പെട്ടെന്ന് പോവേണ്ടി വരുന്ന മരണമെന്നുള്ള ചിന്തയാണ് പരിഹാരമാർഗങ്ങളിൽ ഒന്നായി എനിക്കും നിങ്ങൾക്കും ഓർക്കാനുള്ളത്. പെട്ടെന്നനെയുള്ള മരണം, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണം, ഒരു ആക്സിഡന്റിൽപ്പെട്ട്, ഒരു വാഹനത്തിന്റെ ഉള്ളിൽപ്പെട്ട്, ഒരു ട്രെയിൻ അപകടത്തിൽ, ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പെട്ടുപോയാൽ അവസാനിക്കുന്നതായി മാറിയേക്കാം എന്റെ ജീവിതം. ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം ഞാൻ ഇതിന്റെ തുടർച്ച ഏതാനും മിനിറ്റുകൾ കൂടി പറഞ്ഞ് എന്റെ വിഷയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാമെന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുമ്പോൾ പറയുന്നത്, മരണത്തെ ഓർക്കുക, മരണത്തെ ഓർക്കുക. ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ വരാം. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദരി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എപ്പോ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബാണ്. ശാരീരികമായ ഘടനകളെയും നമ്മുടെ ജനനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളെയും ഒക്കെ സംവിധാനിച്ച റബ്ബ്, അവന് തിരിച്ചു കൊണ്ടുവരാൻ വല്ല പ്രയാസവും ഉണ്ടാവുകമോ എന്ന, നമ്മെ രണ്ടാമത് പുനർജീവിപ്പിക്കാൻ വല്ല പ്രശ്നവും അവന്റെ മുമ്പിലുണ്ടോ എന്ന ഗൗരവമായ ചോദ്യം എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് ചോദിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ, ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒട്ടകങ്ങളെ കുഴിച്ചുമൂടിയ സ്ഥലങ്ങളിൽ ചെന്ന് ദ്രവിച്ചുപോയ ഒട്ടകത്തിന്റെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ബാക്കിയായ എല്ലുകളുടെ പൊടിയെടുത്ത് അത് കൈവെള്ളയിലിട്ട് തൻ്റെ വിരലുകൾ കൊണ്ടിങ്ങനെ ദ്രവിച്ച് അല്ലെങ്കിൽ നുരുമ്പിപ്പിച്ച് പൊടി പൊടിയാക്കി ഇതിൽ നിന്നാണോ വീണ്ടും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതും കൊണ്ടുവരുമെന്ന് പറയുന്നത് എന്ന് ചോദിച്ച സന്ദർഭം 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. വിരലുകളെ വ്യത്യസ്തമാക്കിയ റബ്ബിനെ പരാമർശിച്ചുകൊണ്ട്, പറഞ്ഞുകൊടുത്തുകൊണ്ട്, ഒരു മാതൃകയുമില്ലാതെ ആദ്യഘട്ടത്തിൽ നമ്മെ സംവിധാനിച്ച, സൃഷ്ടിച്ച റബ്ബിന് രണ്ടാമത് നമ്മെ കൊണ്ടുവരാൻ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക എന്ന ബുദ്ധിപരമായ ചോദ്യങ്ങളെ അവർക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ട് പാരത്രികമായ പരലോകബോധത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ
അപ്പൊ ഞാൻ അവസാനമായി പറഞ്ഞത്, ഇനി ഈ ഭൂമി വിട്ട് നമുക്ക് പോവണം. മരണമെന്ന് പറയുന്നത് ആരും നിഷേധിക്കാത്ത ഒന്നാണ്. ഇവിടുത്തെ നിരീശ്വരവാദികളോ ലിബറൽ വാദങ്ങൾ ഉന്നയിക്കുന്നവരോ മറ്റു പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരോ മരണമെന്ന് പറയുന്ന ഒന്നിനെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് പ്രസംഗിക്കാൻ അവരും റെഡിയാണ്. അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ അത് നിരന്തരമായി നിലകൊള്ളുന്നു. ഒരു സെക്കൻഡിൽ 3 പേർ ലോകത്ത് നിന്ന് വിട പറയുന്നു എന്ന കണക്ക് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഒരു സെക്കൻഡിൽ 3 പേരെങ്കിലും ലോകത്ത് നിന്ന് മരണപ്പെടുന്നു എന്ന കണക്ക്. അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞു തീരാൻ 4-5 സെക്കൻഡ് വേണ്ടി വരും. അപ്പോഴേക്ക് എത്ര പേർ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആ മരണം നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ചെരുപ്പിന്റെ വാറിനെ പോലെയുള്ളതിനെയാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം എത്രത്തോളം അടുത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ആ മരണം എല്ലാവർക്കും ഒരുപോലെയല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിന്റെ മുമ്പിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് എന്ന് പരിചയപ്പെടുത്തുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു കോപ്പയിലെ വെള്ളം മറുകോപ്പയിലേക്ക് ഒഴിക്കുന്നത് പോലെ ലാഘവമാണ്, എളുപ്പമാണ് മുഅ്മിനിന്റെ മരണമെന്ന് വിശദീകരിച്ചു തന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ സമയത്ത് വെപ്രാളപ്പെടുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ട് വിഷമിച്ചു പോയത് ചരിത്രത്തിൽ നിന്ന് വായിച്ചവരാണ് നമ്മൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിനും മടിത്തട്ടിനും ഇടയിൽ കിടന്നുകൊണ്ട് യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, എന്തൊരു അസ്വസ്ഥതയാണ് മരണത്തിന് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് ഹദീസിൽ നിന്ന് കേട്ടവരാണ് ഞാനും നിങ്ങളും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് പോലും അവിടുന്ന് കാല് ചുരുട്ടുകയും നിവർത്തുകയും ശരീരം ആസകലം വിയർത്തു കുളിക്കുകയും എന്റെ നെറ്റിത്തടമൊന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചുകൊണ്ട് ആയിഷ എന്ന് പറഞ്ഞ് വല്ലാതെ വേദനിച്ചു പോയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വേദന അത്രത്തോളം അസഹ്യമാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു തവണയല്ല, ആയിരക്കണക്കിന് തവണ ചൂണ്ടുവരൽ നെഞ്ചിലേക്ക് തിരിച്ചു പിടിച്ച് ഞാനും നിങ്ങളും ആത്മവിചിന്തനത്തിനും ആത്മപരിശോധനയ്ക്കും തയ്യാറാകണമെന്ന് ഈ പ്രൗഢമായ സദസ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഒരു നല്ല മനുഷ്യനായി നമുക്ക് മരിക്കാൻ പറ്റിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിച്ചത്, ആ മരണത്തിന്റെ സമയത്ത് മലായികത്തുകൾ വന്ന് സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാനാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന വേളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംതൃപ്തിയോടുകൂടി മരിക്കാൻ അവസരമൊരുക്കുന്ന വിധത്തിൽ സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് നല്ല മനുഷ്യന്റെ മരണം നടക്കുക എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. എന്നാൽ ഒരു ദുഷിച്ച മനുഷ്യന്റെ മരണം, ചീത്ത മനുഷ്യന്റെ മരണം ഖുർആൻ ഒരുപാട് ആയത്തുകളുടെ വിശദീകരിച്ചിട്ടുണ്ട്. 1-2 ആയത്തുകൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും. നോക്കൂ നിങ്ങൾ, വല്ലാത്ത പ്രയോഗമാണത്. എന്താണ് പറഞ്ഞത്? അക്രമികളുടെ, സത്യനിഷേധികളുടെ, അള്ളാഹുവിനെ ധിക്കരിച്ചവരുടെ, പൊങ്ങച്ചവും ധിക്കാരവും കൊണ്ട് നടന്നവരുടെ മരണത്തെ എങ്ങാനും താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അവരുടെ മരണത്തിന്റെ വെപ്രാളവും മരണത്തിന്റെ സംഭവവും സമയവും സാഹചര്യമൊക്കെ നമ്മളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, വൽ മലായികതു ബാസിതു ഐദീഹിം, മലായികത്തുകൾ ഇങ്ങനെ കൈകൾ അവരിലേക്ക് ഇങ്ങനെ നീട്ടുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, അഖ്രിജു അൻഫുസകുമുൽ യൗം, ഇന്നേ ദിവസം ഇതാ ഈ റൂഹിങ്ങോ പുറത്തേക്കെടുക്കടോ എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ്. നിന്റെ ആത്മാവിനെ വിട്ടുകൊണ്ട എന്ന് പറഞ്ഞ്, റൂഹിങ് പുറത്തേക്ക് കൊണ്ട എന്ന് പറഞ്ഞ് മലായികത്തുകൾ കൈനീട്ടി ആക്രോശിക്കുന്ന ഒരു ഘട്ടം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അഖ്രിജു അൻഫുസകുമുൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, വേദനാജനകമായ അപമാനകരമായ ശിക്ഷയാണ് ഇന്ന്
അനുഭവിക്കാൻ പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി മലായിക്കത്തുകൾ നടത്തുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അപമാനകരമായ മോശമായ വേദന അനുഭവിച്ചുകൊണ്ട്, വളരെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹ്, ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിന്റെ മേൽ ന്യായമല്ലാത്ത പലതും വാദിക്കുകയും പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. പോരാ, വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, ലോകരക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെ കണ്ടിട്ടും അതിനോടൊക്കെ ധിക്കാരത്തോടുകൂടി പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി കണ്ടില്ലെന്ന് നടിച്ച്, കേട്ടില്ലെന്ന് നടിച്ച് ആരെങ്കിലും പറയുമ്പോൾ അതിനോടൊക്കെ അഹങ്കാരത്തിന്റെ അതേ പ്രത്യേകമായ തരത്തിൽ തർക്ക വിതർക്കങ്ങൾ നടത്തി അഹന്തയിലും അഹങ്കാരത്തിലും ജീവിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് അപമാനകരമായ ശിക്ഷ. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളോട് ഒന്നുകൂടി ഞാൻ പറയുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരി, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുകയാണ് നമ്മൾ. ഇതെല്ലാം വെറുതെ ഉണ്ടായതല്ല. ഒരു മുട്ടുസൂചി പോലും പ്രിയപ്പെട്ടവരെ വെറുതെ ഉണ്ടാവില്ല. ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും വെറുതെ ഉണ്ടാവില്ല. മാർക്കറ്റിൽ കിട്ടുന്ന ഒരു നിസ്സാരമായ വസ്തു പോലും വെറുതെ ഉണ്ടാവില്ല. അതിന്റെ കവറിലും പാക്കറ്റിലുമൊക്കെ അത് കൃത്യമായി നിർമ്മിച്ച കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കാറുണ്ട്. എങ്കിൽ ഈ കാണുന്ന മഹാവിസ്മയം സൃഷ്ടിക്കുന്ന പ്രപഞ്ചവും ഈ കാണുന്ന ഭൂമിയും സംവിധാനങ്ങളും ഭൂമിയുടെ 3/4% വരുന്ന സമുദ്രവുമൊക്കെ പ്രിയപ്പെട്ടവരെ വെറുതെ അങ്ങ് ഉണ്ടായതാണ്. കോടിക്കണക്കിന് മനുഷ്യരൊക്കെ അങ്ങ് വെറുതെ ഉണ്ടായി തീർന്നതാണ്. ഇതിന്റെ പിന്നിലെ ശക്തിയെക്കുറിച്ച് നിഷേധിക്കാൻ നാവും മനസ്സുമൊക്കെ ഉയരുമ്പോ ഇത് ധിക്കാരമാണ്, ഇത് അപമാനകരമായ മരണത്തിന് കാരണമാക്കുന്ന, ഹേതുവാക്കുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കണേ, ആലോചിക്കണേ എന്ന്, ആത്മവിചിന്തനത്തിന് തയ്യാറാകണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, എങ്ങനെ ദുഷിച്ച മനുഷ്യരുടെ, സത്യത്തെ നിഷേധിച്ച ആളുകളുടെ മരണമെങ്ങാനും പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, മനുഷ്യരെ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് ആ മരണത്തിന്റെ അവസ്ഥ? യളിബൂന വുജൂഹും വഅജ്ബാറഹും, ആ മരണത്തിന്റെ സമയത്ത് മരിച്ചു പോകുന്ന മനുഷ്യന്റെ മുതുകിലും മുഖത്തും മലായിക്കത്തുകൾ ആഞ്ഞടിക്കുകയാണ്. വദൂഖു അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് പറയുന്ന ഘട്ടമാണ്. മരിക്കുന്ന സമയത്ത് വല്ലാത്ത വേദന, ആ മരണത്തിന്റെ വേദന, അതിനു പുറമെ മലായിക്കത്തുകളുടെ ശക്തമായ അടി മുഖത്തും മുതുകിലും വന്ന് വീണിട്ട് അതോടൊപ്പം അവർ പറയുന്നു, ദൂഖു, ആസ്വദിച്ചുകൊള്ളുക, ആസ്വദിച്ചുകൊള്ളുക. ഈ അടി ഇങ്ങനെ കിട്ടുമ്പോ ആസ്വദിക്കണേ എന്ന് പറയുന്ന ഒരു പരിഹാസത്തിന്റെ വർത്തമാനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും? എങ്ങനെ നമുക്കത് സഹിക്കാൻ കഴിയും? അള്ളാഹു ദുഷിച്ച ആളുകൾക്ക് കൊടുക്കുന്ന മരണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളൂ. കാരണം വിശദീകരണത്തിലേക്ക് പോകാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ശരി, ആ മരണത്തിന്റെ രംഗങ്ങൾ പരിശുദ്ധ ഖുർആൻ ഏറെ വിശദീകരിച്ചിട്ടുണ്ട്, ഹദീസിൽ ഏറെ പരാമർശങ്ങളുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ നമുക്കൊക്കെ അറിയുന്ന ഒരു വാചകം കൂടി ഞാൻ പറയട്ടെ. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. നോക്ക് നിങ്ങൾ, എങ്ങനെയാണ് ആ പ്രയോഗം? കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. ആരുണ്ട് ആ സമയത്ത്? എത്ര വലിയ കോടികൾ മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ആസ്തിയുണ്ടെങ്കിലും, നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ഉപ്പയോ നിങ്ങളുടെ സഹധർമ്മിണിയോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ദാ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് കണ്ടാൽ ആരുണ്ടവർക്ക് വേണ്ടി മന്ത്രിക്കാൻ? ഇനി മന്ത്രിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അവർക്ക് വേണ്ടി വാദിക്കാനോ അവർക്ക് വേണ്ടി പറയാനോ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ഉണ്ടെങ്കിൽ തന്നെ എന്ത് പ്രയോജനമാണ്? നമ്മുടെ കോടികളും നമ്മുടെ ആസ്തികളും നമ്മുടെ സ്വത്തും നമ്മുടെ സമ്പത്തുമൊക്കെ ഒന്നുമല്ലാതെ നിഷ്ഫലമായി പോകുന്ന വല്ലാത്തൊരു സന്ദർഭമാണത്. എന്നിട്ട് ഖുർആൻ പറയാണ്, ആ സമയത്ത് വലന്ന അന്നഹുൽ ഫിറാഖ്, പോവുകയാണെന്ന് ഉറപ്പാകുന്ന ഈ മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയുടെ പളപളപ്പും സൗകര്യങ്ങളും ഇവിടുത്തെ ആസ്വാദനങ്ങളും എല്ലാം വിട്ട് പോവുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമാണ്. കാലും കണങ്കാലും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത സന്ദർഭമാണത്. അങ്ങനെ വിശദീകരിച്ചു പറയുകയാണ് ഖുർആൻ. കാലും തമ്മിൽ പിണഞ്ഞ് പ്രിയപ്പെട്ടവരെ ഞാൻ പോവുകയാണ് എന്ന് ഉറപ്പാകുമ്പോൾ തൊണ്ടയിൽ ഹൊറഹറ ശബ്ദം വന്ന് നിൽക്കുന്ന ഘട്ടമുണ്ടല്ലോ. നന്നായാൽ മതിയായിരുന്നു. ശരി,
ഒന്ന് ഉഷാറാകാമായിരുന്നു, സ്വത്ത് കൊടുക്കാമായിരുന്നു, ഭാര്യയോട് പിണങ്ങാണ്ട് ഒരു ആവശ്യമില്ലായിരുന്നു, ഭർത്താവിനോട് തെറ്റി നിൽക്കേണ്ടിയില്ലായിരുന്നു, മക്കളെ അകറ്റി നിർത്തേണ്ടിയില്ലായിരുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്, ഞാൻ കൊടുക്കാൻ റെഡിയാണ്, അവർക്ക് വേണ്ടി ഓടാൻ റെഡിയാണ്. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ മുമ്പിൽ 5 നേരം സുജൂദ് ചെയ്യാൻ അവസരങ്ങളേറെ കിട്ടിയിട്ടും എല്ലാറ്റിൽ നിന്നും വഴിമാറി നടന്നവനാണ് ഞാൻ. ഇനി ശരിയാകാൻ തയ്യാറാണ്. ഇങ്ങനെ ആ തൊണ്ടയിൽ ഉറകര ശബ്ദം വരുമ്പോ ആലോചിച്ചിട്ട് പിന്നെ എന്ത് കാര്യമാണ് സുഹൃത്തുക്കളെ? ഇല്ലല്ലോ. അതോർത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകളെ നമുക്ക് ഇണക്കി ചേർക്കാൻ, വിളക്കി ചേർക്കാൻ പറ്റും സുഹൃത്തുക്കളെ. ഈ മരണത്തെ ഓർക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാണ്, നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും വലുതല്ല. ഈ ദുനിയാവ് എന്നത് ചെറുതായി നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന പരലോകം എത്രയോ വിശാലമാണ് എന്നാലോചിക്കുമ്പോൾ ആ പരലോകത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാകുന്ന കുടുംബത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ നമുക്ക് ചെറുതായി കാണാനും അത് ലഘൂകരിക്കാനും അത് വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും നമുക്ക് സാധിക്കും. അതിന് മരണബോധം നമ്മുടെ മുന്നിലേക്ക് വരണം. ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമ്മുടെ മുന്നിൽ വരണം. പെട്ടെന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആ മരിച്ച മനുഷ്യന്റെ ആത്മാവട്ടഹസിക്കുന്നത് അല്ലേ? എങ്ങനെ പ്രിയപ്പെട്ടവരെ, നല്ല മനുഷ്യന്റെ മരണമാണ് നടന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് താമസിപ്പിക്കുന്നത് എന്ന നിലക്ക് ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ എന്ന് പറയുന്ന ഘട്ടവും, അല്ലെങ്കിൽ അഖിറുനി അഖിറുനി, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ എന്ന് പറയുന്ന ആ ശബ്ദവുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തി. അവിടുത്തെ തിരുവചനങ്ങളിലൂടെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ. ആ ഖബറിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മെ കൊണ്ടുപോയി വെക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നൽ കാഫിറ, സത്യത്തെ നിഷേധിച്ച ഒരാൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച ഒരാൾ, അയാളുടെ മരണം നടന്നു. ഫദകറ മൗതഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, എന്നിട്ട് ഖാല വതുആദു റൂഹുഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി കൊടുത്തുകൊണ്ട് വയഅതീഹി മലകാനി ഫയുജ്ലിസാനിഹി, 2 മലായിക്കത്തുകൾ അവിടേക്ക് വന്ന്, 2 മലക്കുകൾ അവിടേക്ക് വന്ന് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഫയഖൂലാനി ലഹു, ആ 2 മലക്കുകൾ ഇവനോട് ചോദിക്കുകയാണ്. എന്താ? ഖബറിലെ ചോദ്യങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര ഇടുക്കമുള്ള ഖബറാണ്. ആ ഖബറിന്റെ അടുത്ത് നിന്ന് നമ്മൾ തസ്ബീഹ് ചെല്ലാറില്ലേ? ഇതിന്റെ കുടിസത മാറിക്കിട്ടാൻ, ഇതിന്റെ പ്രയാസം മാറിക്കിട്ടാൻ, ഖബറൊന്ന് വിശാലമായി കിട്ടാൻ ചോദ്യങ്ങൾ വരുമ്പോ ചോദ്യത്തിന് സ്ഥൈര്യമായി ഉത്തരം കൊടുക്കാൻ തസ്ബീഹിനെ ചോദിക്കാറില്ല നമ്മള്. നമ്മുടെ വിശാലമായ ബെഡ്റൂം വിട്ട്, ശീതീകരിച്ച AC-യുടെ റൂം വിട്ട് നമ്മൾ ഈ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് ചെന്ന് കിടത്തി മൂടുകല്ല് വെച്ച് കൂടെ വന്നവർ 3 പിടി മണ്ണും വാരിയിട്ട് തിരിച്ചു പോകുന്നവരുടെ കാലടി ശബ്ദങ്ങൾ ഖബറിലേക്ക് കേൾക്കുമാർ അപ്പോഴേക്കും മലായിക്കത്തുകൾ വന്ന് ചോദ്യം തുടങ്ങുകയാണ്. എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് റബ്ബുക്, ആരാ നിന്റെ റബ്ബ്? ഉത്തരം കിട്ടുകയില്ല. സത്യത്തെ നിഷേധിച്ച് മരിച്ചുപോയവർക്ക്, പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചു പോയവർക്ക് ഇല്ല, ഉത്തരം പറയാൻ കിട്ടുകയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ ചോദ്യം അങ്ങോട്ട് വരുമ്പോ ഫയഖൂലു ഹാ 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 ലാ അദ്രി, ഹദീസിൽ അങ്ങനെ തന്നെ 3 വട്ടമാണ് പ്രയോഗിച്ചത്. എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന ഉത്തരമാണ് വരുന്നത്. വീണ്ടും ചോദിക്കുന്നു, മാ ദീനുക്, എന്താ നിന്റെ ദീന്, ഏതാ നിന്റെ മതം? ഫയഖൂലു ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് ഉത്തരം പറയുന്നു. ഫയഖൂലാനി ലഹു മാ ഹാദാ റജുലു ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിത്വത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫയഖൂലു ഹാ ലാ അദ്രി, എനിക്കറിയില്ലെന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അറിയില്ല എന്ന ഉത്തരം വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ആ മരിച്ചുപോയ മനുഷ്യന്റെ ഖബറിലേക്ക് വെച്ച മനുഷ്യനുണ്ടല്ലോ, അവനോടാണല്ലോ ഈ ചോദ്യം വരുന്നത്. അവന്റെ 2 ചെവികൾക്കുമിടയിൽ ഈ പെരടിയുടെ ഭാഗത്ത് അതിശക്തമായ അടി വീടുകയാണ്. മലായിക്കത്തുകൾ അതിശക്തമായി അടിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ, നമ്മുടെ നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, മണ്ണിലേക്ക് അങ്ങ് ലയിച്ചു പോകും. ആ അടി കൊണ്ടവൻ മണ്ണിലേക്ക് ലയിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവൻ എഴുന്നേൽപ്പിക്കും. അടുത്ത ചോദ്യം വരും. അതിശക്തമായ പ്രഹരം നടക്കുകയാണ് ഖബറില്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെ ഖബറിൽ രക്ഷ കിട്ടാൻ വേണ്ടി
ഖബറിൽ സമാധാനം കിട്ടാൻ വേണ്ടി, ഖബറിൽ വിശാലത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ പരലോകത്തിലേക്കുള്ള യാത്രയാണ് മരണമെങ്കിൽ, അന്ന് മരണം സംഭവിച്ചാൽ പിന്നെ ചെന്ന് കിടക്കാനുള്ള ഒന്നാമത്തെ വീടാണ് ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടും പറഞ്ഞതാണത്. പരലോക യാത്രക്കിടയിലെ ഒന്നാമത്തെ വീടാണ് ഖബർ എന്ന്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ള എല്ലാ സ്റ്റെപ്പുകളും അവൻ രക്ഷപ്പെട്ടവനായി മാറും. അവിടെ എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ പിന്നീടുള്ളതെല്ലാം പരാജയപ്പെടുകയാണ്. മരണമെന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, അടികിട്ടിയിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ ഉമ്മയും ബാപ്പയും ചേട്ടനും അനിയനും പെങ്ങളും അതുപോലെ മക്കളും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അടികിട്ടിയിട്ടാണോ മരണപ്പെട്ടത് അറിയില്ല നമുക്ക്. നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സമാധാനത്തിന്റെ വാക്കുകൾ കേട്ടിട്ടാണോ മരിച്ചത് നമുക്കറിയില്ല. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അറിയുന്നൊരു ഘട്ടം വരുന്നുണ്ട്, അതാണ് നമ്മുടെ മരണം, അതാണ് നമ്മുടെ മരണം. അപ്പോഴറിയാം എന്റെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാണോ അല്ല നരകമെന്ന് പറയുന്ന ഒരിക്കലും സഹിക്കാനാവാത്ത ആ കത്തിച്ചൊലിക്കുന്ന അഗ്നികുണ്ടാരത്തിലേക്കുള്ള ജഹീമെന്ന ജഹന്നമ ലള എന്ന ഹുത്തമ എന്ന വൈലെന്ന സഖർ എന്ന അന്നാർ എന്ന് പരിചയപ്പെടുത്തുന്ന അതിഭീകരമായ മനുഷ്യനും അതേ കല്ലും കത്തുന്ന അഭിമാകാരമായ നരകത്തിലേക്കാണോ എന്റെ യാത്ര എന്ന് പ്രിയപ്പെട്ടവരെ ആ സമയത്തറിയും. അതുകൊണ്ട് നന്നാവാനുള്ള പോംവഴി ഇതാ ലിബറലിസത്തിലേക്ക് ഓടിപ്പോകുന്ന നമ്മുടെ ന്യൂജനോട് പറയാനുള്ളത്, മോനെ മരിക്കണം മോനെ, മോളെ മരിക്കണം മോളെ. നമ്മളെ കല്യാണം കഴിച്ചു വിട്ട മോളോട്, നമ്മുടെ മരുമകനോട്, നമ്മുടെ പുതിയാപ്പിളയോട്, നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളോട് കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മോനെ മരിക്കണം കേട്ടോ, മോളെ മരിച്ചു പോകണം. ഈ ദുനിയാവ് ശാശ്വതമല്ല മോളെ, അനന്തമായത് അനശ്വരമായത് വരാനിരിക്കുന്ന പരലോകമാണ് മോളെ. അതുകൊണ്ട് ക്ഷമിക്കൂ മകളെ, ക്ഷമിക്കൂ മോളെ, ക്ഷമിക്കൂ മോനെ എന്ന് പറയാൻ നമ്മുടെ നാവ് ഉയരണമെങ്കിൽ ഈ മരണബോധം നമ്മുടെ ജീവിതത്തിലേക്ക് ലയിച്ചു ചേരേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമ്മുടെ മുന്നിലേക്ക് ഏത് സമയത്തും ഇങ്ങനെ ഓർമ്മയിൽ വരണം. പെടുന്നനെയുള്ള വാഹന അപകടങ്ങൾ കാണുമ്പോ, ട്രെയിൻ അപകടങ്ങൾ കേൾക്കുമ്പോ, ഫ്ലൈറ്റ് അപകടങ്ങൾ കേൾക്കുമ്പോ, ഓരോ സെക്കൻഡിലും 3 മനുഷ്യർ മരിച്ചു വീഴുന്നത് ഞാനും നിങ്ങളും വായിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇതാ ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം, ഈ മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത മിനിറ്റ് ഈ ശിഹാബ് എന്ന് പറയുന്ന ഞാനും പോകേണ്ടവനാണല്ലോ. സ്റ്റേജിലിരിക്കുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെല്ലാം ഇവിടം വിട്ട് പോകേണ്ടവരാണല്ലോ. ലോകത്തെ വിറപ്പിക്കാൻ ശ്രമിച്ച ഹിറ്റ്ലർ, മുസോളിനിമാർ, നെപ്പോളിയന്മാർ അവരൊക്കെ വിട്ടുപോയിട്ടുണ്ടല്ലോ. റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് പറഞ്ഞാൽ വാളെടുത്തിട്ട് ആരാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വല്ലാത്ത വിഷമത്തിലായി പോയൊരു ദിവസമുണ്ടല്ലോ. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമ്മെ വിട്ട് ഈ ലോകം വിട്ട് പിരിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് നമുക്കും പോവണം. എന്നിട്ട് ചെന്നു നിൽക്കാനുള്ളത് ശരി, അടുത്ത ചിന്തയിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നാളെ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയാണ്. ഓരോ മനുഷ്യരും ചെയ്തു തീർത്തത് റെക്കോർഡിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ദിവസമുണ്ട്. ആശ്ചര്യഭരിതരായി നിന്ന് പോകുന്ന ഒരു ദിവസം, അന്താളിച്ചു നിന്ന് പോകുന്ന ദിവസം. വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫികീന മിമ്മാ ഫീഹി വയഖൂലുന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് ഓരോ കുറ്റവാളികളും വല്ലാതെ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിന്ന്, പ്രിയപ്പെട്ടവരെ, അന്താളിച്ചു നിന്ന് പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, ഓരോ മനുഷ്യനും പറയുന്നൊരു വാക്കുണ്ട്, ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ സ്വഹാ. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഈ രേഖയിൽ ഒന്നും മറഞ്ഞു പോയിട്ടില്ല, ഒന്നും മാഞ്ഞു പോയിട്ടില്ല. ചെറുതും വലുതുമൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥം ഇങ്ങനെ വലത് കൈ നീട്ടി വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടണം. ഇടത് കൈ പിറകിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ച് വിറക്കുന്ന കൈകളോടെ, അതേ തലകുണിച്ചു നിൽക്കുന്ന മുഖവുമായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ കാലിന്റെ നെരിയാണി വരെ, കാൽമുട്ട് വരെ, കാലിന്റെ ഈ തുടഭാഗം വരെ, ഇങ്ങ് അരഭാഗം വരെ, നെഞ്ചിടം വരെ, കടുത്തുവരെ താടി എല്ല് മുട്ടി നിൽക്കുമാർ വീർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അതിഭീകരമായ ഒരു പരലോക അന്തരീക്ഷമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അവിടെ വലത് കൈ നീട്ടി ഇങ്ങനെ ആ ഗ്രന്ഥം വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടണം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അതിനെനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയും റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി നമ്മെ
അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് റബ്ബ് നരകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതേ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗവും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ, ആനയിച്ചാനയിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിലേക്ക് പോകാൻ സൂറത്തു സുമർ 39-ാം അധ്യായത്തിന്റെ പേര് തന്നെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആനയിച്ചു കൊണ്ടുപോകുന്ന, നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടാൻ ഇങ്ങനെ കൂട്ടം കൂട്ടമായി തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തെ വിശദീകരിക്കുന്നത് കൊണ്ടാണ് കൂട്ടമെന്ന് അർത്ഥം വരുന്ന അസുമർ എന്ന അധ്യായം ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, അവിടെ വെച്ച് മനുഷ്യൻ ആലോചിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന ഒരു വചനം കൂടി ഞാൻ പറയട്ടെ. നാളെ നരകമെന്ന് പറയുന്ന ഭീകരമായ ആ രംഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഓരോ മനുഷ്യനും കൊതിച്ചു പോകും. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി. എന്താ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നതിന്റെ അർത്ഥം? കുറ്റവാളികളായ മനുഷ്യർ ആഗ്രഹിച്ചു പോവാണ്, ദാ ഈ നരകത്തിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നതിന് പകരം എന്റെ മാതാപിതാക്കളെ, എന്റെ മക്കളെ, എനിക്ക് അഭയം നൽകിയവരെ, എനിക്ക് ആശ്വാസം പകർന്നവരെ, പോരാ വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗാധഗർത്തമുണ്ടല്ലോ, അവിടേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഈ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നത് എന്താണെന്നറിയോ? എന്താ? വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, അവന്റെ രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മനുഷ്യനും കല്ലും കത്തുന്ന ആ നരകമുണ്ടല്ലോ, കുട്ടിക്കൊരു അസുഖമാണെന്നറിഞ്ഞാൽ നേരം പുലരുവോളം ഐസിയുടെ മുന്നിൽ കാത്തു നിൽക്കാൻ, ഉറക്കമൊടിച്ച് കാത്തു നിൽക്കാൻ, വീട്ടിലാണെങ്കിൽ സ്വന്തം ബെഡിലാണെങ്കിൽ ഉറക്കമൊടിച്ച് കാത്തിരിക്കുന്ന മകന്റെ ആവശ്യത്തിന് വേണ്ടി, മകളുടെ ആവശ്യത്തിന് വേണ്ടി, ഭാര്യയുടെ ഭർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കുന്നവരെ നാളെ പരലോകത്ത് ആഗ്രഹിച്ചു പോകും മനുഷ്യൻ. ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നെങ്ങാനും എനിക്ക് രക്ഷ കിട്ടുകയാണെങ്കിൽ, ഇതാ എന്റെ മാതാപിതാക്കളെ പകരം കൊടുത്തിട്ടാണെങ്കിലും, എന്റെ പെങ്ങളെ, എന്റെ ചേട്ടനെ, അനിയനെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്ക് അഭയം നൽകിയവരെ, പോരാ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ഈ നരകത്തിലേക്ക് പകരം കൊടുത്തിട്ടാണെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ തുടർന്നു പോവുകയാണ് സർവശക്തനായ അല്ലാഹു തആല. അതിന്റെ വിശദീകരണം തുടർന്നു പോവുകയാണ്. തലയോട്ടി പോലും അല്ലെങ്കിൽ അതിന്റെ തൊലി പോലും ഉരുകിയൊലിക്കുന്ന ഒരു നരകമുണ്ടല്ലോ. ഈ വർത്തമാനം കൊണ്ടൊന്നും കാര്യമില്ല, ഈ ആഗ്രഹം കൊണ്ടൊന്നും കാര്യമില്ല. അതിന് പണിയെടുക്കേണ്ട സമയമായിരുന്നു, സ്ഥലമായിരുന്നു ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി. അതുകൊണ്ട് പെങ്ങന്മാരെ, എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്, ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സമയമാണ്. മാറി ചിന്തിക്കാൻ വൈകിയിട്ടില്ല. പ്രപഞ്ചത്തിന്റെ നാഥൻ അർ-റഹ്മാനാണ്, അർ-റഹീമാണ്, കാരുണ്യവാനാണ്, കരുണാനിധിയുടെ ഉടമയാണ്, വിശാലമായി പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് തെറ്റുകളും പിഴവുകളും സംഭവിച്ചിട്ടുണ്ട്. ശരി, ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് കരങ്ങളുയർത്തി കുടുകുടാ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുമായി പ്രപഞ്ചത്തിന്റെ നാഥന്റെ മുമ്പിലേക്ക് മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിക്കാൻ തയ്യാറാവുക. ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടാൻ വേണ്ടി കൊതിക്കുക. ഇല്ല, ഇതിന് ഈ സമയമൊക്കെ കിട്ടിയിട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് പിടിച്ചു വലിച്ചെറിയുന്ന രംഗമുണ്ട്. അവിടെ വെച്ച് പറയും മനുഷ്യരൊക്കെ, ഇവിടെ അധികാരങ്ങൾ ഉള്ളവരുണ്ട്, പണം ധാരാളമുള്ളവരുണ്ട്, കച്ചവടങ്ങളിലൂടെ, ബിസിനസ്സുകളിലൂടെ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളവരുണ്ട്. പക്ഷെ നാളെ അവിടെ വെച്ച് പറയുന്ന വാക്കെന്താണെന്നറിയോ? റബ്ബേ മാഗ്ന അന്നി മാലിയ വഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരങ്ങളെല്ലാം തകർന്നു പോയല്ലോ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലോ. എത്ര ആളുകളാ എന്റെ സമ്പത്ത് കൊണ്ട് എന്നെ ആദരിച്ചത്, എന്റെ പദവി കൊണ്ട് ആദരിച്ചത്, എല്ലാം തകർന്നു പോയി. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. ഖുദൂ ഫഗുല്ലു തുമ്മൽ ജഹീമ സ്വല്ലു, പിടിക്കുക അവനെ, വരിഞ്ഞു കെട്ടുക, നരകത്തിന്റെ അഗ്നിയിലേക്ക് അവനെ വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു പരലോകമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു നരകത്തെ കുറിച്ചുള്ള ഭീതിയുടെ ബോധമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ ബോധമാണ് എന്നെയും നിങ്ങളെയും നന്നാക്കിയെടുക്കുന്നത്, ശരിയാക്കിയെടുക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ആ നരകത്തിലെങ്ങാനും പെട്ടുപോയിട്ട് പടച്ചവനെ ഏതായാലും നരകമായി, അല്പം വെള്ളം തരുമോ കുടിക്കാനെന്ന് സ്വർഗവാസികളോട് ചോദിക്കുന്നത് ഖുർആനിൽ കാണാം. അതേ നരകത്തിൽ കിടക്കുന്നവർ റബ്ബിനോട് അങ്ങനെ ഇസ്തിഗാസ നടത്തുന്നത് ഖുർആനിൽ കാണാം. ആ സമയത്ത് ഖുർആൻ പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ പറയട്ടെ. എന്താ ഖുർആൻ പറഞ്ഞത്? വമിൻ വറാഇഹി ജഹന്നം
വയുസ്ഖാ മിമ്മാഇൻ സ്വദീദ്. നരകത്തിൽ വെള്ളം എന്ന് പറഞ്ഞ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഇങ്ങനെ മനുഷ്യന്റെ കട്ടിയുള്ള തൊലി ഇങ്ങനെ കത്തി ഉരുകി തീരാൻ നേരത്ത് പുതിയ തൊലി കൊടുത്ത് മനുഷ്യനും കല്ലും ഇങ്ങനെ കത്തുന്ന നരകത്തിൽ നിന്ന് വെള്ളം തരുമോ റബ്ബേ എന്ന് ചോദിക്കുമ്പോ വയുസ്ഖാ മിമ്മാഇൻ സ്വദീദ്, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നീര്, ചോര, ചലം ഇതൊക്കെ കൂടിക്കലർന്ന് നരകത്തിന്റെ അടിഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു വെള്ളം ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വെള്ളം കോരി അവന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ നരകബോധം, ഈ സ്വർഗബോധം രണ്ടും ഒരുമിച്ച് പറയുകയാണ്. നരകത്തെക്കുറിച്ചുള്ള ആ ഭീതിയുടെ ബോധമുണ്ടല്ലോ, തെറ്റിലേക്ക് പോകാതിരിക്കാൻ, കുറ്റത്തിലേക്ക് പോകാതിരിക്കാൻ, സ്വർഗമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ, ചോദിക്കുന്നതെല്ലാം, ഇച്ഛിക്കുന്നതെല്ലാം, ആഗ്രഹിക്കുന്നതെല്ലാം, മല ഐനും റാജ്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വല ഉദിനും സമയത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, എല്ലാം തരുന്ന ആ സ്വർഗത്തിന്റെ വിശാലമായ ആ രംഗമുണ്ടല്ലോ, ആ പ്രതീക്ഷ രണ്ടും ചേർത്തു വെച്ച് ഞാനും നിങ്ങളും ജീവിതത്തെ ധന്യമാക്കുക, ജീവിതത്തെ ശരിപ്പെടുത്തുക. അതാണ് ഇവിടെ പരിഹാരങ്ങളായി. നമ്മുടെ മക്കൾ പിഴച്ചു പോയല്ലോ, 18 വയസ്സായി, കോടതിയുടെ മുറ്റത്ത് ചെന്ന് വാപ്പയെ ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ കാമുകന്റെ കൈപിടിച്ച് നടന്നു പോകുന്നവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്, മോളെ, ഈ ലോകത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ച് പരിഹാരങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അതാണ്. ഇസ്ലാമിന് ശാശ്വതമായ പരിഹാരമായി പറയാനുള്ളത്, ലോകത്തോട് പറയാനുള്ളത്, ബാക്കിയെല്ലാം താൽക്കാലിക പരിഹാരങ്ങളാണ്. അനന്തമായ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം അള്ളാഹുവിന്റെ മതത്തിന് നിർദ്ദേശിക്കാനുള്ളതിൽ ഒരു സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. വഴിയേ ഇതാ ഇവിടെ കേട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇതിന്റെ തുടർച്ചയായി ഇവിടെ കടന്നു വരും. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സർവശക്തനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത കേട്ടപ്പോ നമ്മളൊക്കെ എത്ര ധൃതിയിലാണ് പ്രിയപ്പെട്ടവരെ തെരഞ്ഞത് ആ കുട്ടിക്ക് വേണ്ടി. സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിലൊരു കുട്ടി കാണാനില്ല. 21 മണിക്കൂർ ടി വിയിൽ ഇങ്ങനെ എഴുതി കാണിക്കായിരുന്നു, ചാനലിലൊക്കെ. 18 മണിക്കൂറായി, 20 മണിക്കൂറായി. ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വാർത്ത കേട്ടപ്പോൾ കുട്ടിയെ കിട്ടണം, ആ കുട്ടിക്ക് പരിഹാരമുണ്ടാകണം, ഒരപകടവും സംഭവിക്കാതെ ആ കുട്ടിയെ കിട്ടട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. ഞാനിത് പറഞ്ഞത്, ഫലസ്തീനിൽ ആയിരക്കണക്കിന് മക്കളാണ് മരിച്ചു വീടുന്നത്. ആയിരക്കണക്കിന് മക്കളാ. പാവപ്പെട്ട സഹോദരിമാർ പല വിധത്തിലും അവരെ, പ്രിയപ്പെട്ടവരെ, പ്രയാസപ്പെടുത്തുന്നു, പല വിധത്തിലും അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയരേണ്ട സമയമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക്, ആ കുട്ടികൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കാനും മുന്നോട്ട് പോകാനും ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള നല്ല ത്വഖത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു സ്വതന്ത്ര ഫലസ്തീൻ അവർക്ക് പടച്ചവന്റെ മുമ്പിൽ ചെറുതാണല്ലോ, അത് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.